ഭാര്യയുടെ കേൾവിക്കകത്തു നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രണ്ടാം ഭാര്യയാണ് നീ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ചില ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോകത്തില്ല. അതിന്റെ കൂടുതൽ ഇതിനെ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു നക്സൽ സ്വഭാവത്തിലേക്ക് കുറച്ചു കാലം മാറി സഞ്ചരിച്ച ഒരാളാണ്. 7 or 8 ആചാരങ്ങളുള്ള ഒരു കല്യാണത്തിന് ഞാൻ വഴങ്ങേണ്ടുന്നത് എനിക്ക് വേണ്ടിയല്ല, വേറെ ആർക്കും ഒക്കെ വേണ്ടിയിട്ടാണത്. അപ്പൊ അങ്ങനെ ഞാനെന്തിനു വഴങ്ങണം? പറ്റൂല. അത് പയ്യൻ ഹിന്ദുവാണ്, മകള് ക്രിസ്ത്യാനിന്റെയും ഹിന്ദു മകളാണ്. അപ്പൊ ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദം വരുമല്ലോ. ഒരു ക്രിസ്ത്യൻ പാട്ട് കൂടി അതിനിടയ്ക്ക് വേണം. അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിനാണത്. കോയർ സംഘം ഉണ്ടല്ലോ, അവര് പാടുന്നു, എല്ലാവരും എണീറ്റ്. ഞാൻ എണീറ്റില്ല, ഞാനവിടെ എല്ലാവരും എണീറ്റ് പാട്ട് കഴിഞ്ഞ് എല്ലാവരും വരുന്നു. എൻ്റെ വിളി ചോദിച്ചു, ഇയാൾ തനി സ്വഭാവം തന്നെ കാണിച്ചല്ലേ? അല്ല, എണീറ്റില്ല. ബോധം ഉദിച്ചു വന്നതിന് ശേഷം ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല. അതിൽ കുറവായിട്ട് കാണുന്ന ആളുകളുണ്ടാകാം. ഈഗോ ഹർട്ടായതാവും അയാളുടെ ധരിച്ചിട്ട് ഇരിക്കില്ലേ ഇപ്പോഴത്തെ ഡയറക്ടർ? ഹർട്ടായി കാണാം. ആ ഒരു സെറ്റിന്റെ അവസരങ്ങൾ അങ്ങനെ പോയി കിട്ടും. പോയിട്ടുണ്ടാവും. ഇയാള് എന്നെ ഓഡിഷന് വിളിച്ചതാണ്. അല്ലേട്ടാ, പിന്നെ ലുക്ക് എങ്ങനെയാണെന്ന് മാറ്റാൻ പറ്റുമോ ഇല്ലേന്ന് അറിയാനാണ്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പരസ്പര ബഹുമാനം നിൽക്കുള്ളൂ. അത്രേ ഉള്ളൂ. കസാര ഉണ്ടെങ്കിൽ ഇരിക്കും. ഞാൻ കയറി ഇരുന്ന് അയാൾ എന്നെ ചോദിച്ചു, നിങ്ങളോട് ആരിയ്ക്കാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ സാറിന്റെ വീട്ടിലെ കസേരയിലല്ല വന്നിരുന്നത്. സർക്കാർ ചെലവിൽ വരുന്നവർക്ക് ഇരിക്കാൻ മുമ്പിൽ കിടക്കുന്ന 2 കസേര, അതിലൊന്ന് എൻ്റേതാണ്. അതിലിരിക്കാൻ ഉറപ്പായിട്ടും എനിക്ക് പറ്റുമോ? എനിക്ക് അതിനുള്ള ധൈര്യവും എനിക്കുണ്ട്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഈ PJ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സിനിമ എനിക്ക് ഒരു കാമുകി മാത്രമാണ്, നാടകമാണ് എൻ്റെ ഭാര്യ, നാടകമാണ് എനിക്ക് സ്ഥിരമായിട്ടുള്ളത്. PJയുടെ ആത്മകഥ പ്രൊഫേസിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നാടകം മാത്രമാണ് എന്നെ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് എല്ലാ കാഴ്ചക്കാരനും എന്നെ മുഴുവനുമായാണ് കാണുന്നത്. സിനിമ പോലെ കൈ കുറച്ച്, കാല് കുറച്ച്, അല്ലെങ്കിൽ അവിടെ മുറിച്ച് ഇവിടെ മുറിച്ച്, കുറച്ച് രാവിലെ ഷൂട്ട് ചെയ്ത്, കുറച്ച് രാത്രി ഷൂട്ട് ചെയ്ത്, സിനിമ അദ്ദേഹം 2ാം തരമായിട്ട് തന്നെ പലപ്പോഴും, അതായത് നാഷണൽ അവാർഡ് കിട്ടിയ ആളാണെന്ന് കൂടി ഓർക്കണം. അങ്ങനെ ഒരു 2 കാണലുണ്ടോ? അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് അദ്ദേഹം പറഞ്ഞതുപോലെയല്ല. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അറിയാവുന്നതാണ്. അത് ഭാര്യയുടെ കേൾവിക്കകത്തു നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2ാം ഭാര്യയാണ് നീ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 1ാം ഭാര്യ നാടകം ആണ്. അത് നമ്മൾ നാടകത്തിന് അത്രയും പ്രണയിക്കുന്നതുകൊണ്ടാണ്. അതിന് നമ്മൾ ഒരുപാട് നഷ്ടപ്പെടുകയും ഒരുപാട് അതിന് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകം ചെയ്തിട്ടില്ല എന്നുള്ള ഒഴിച്ചാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നിട്ടില്ല. ഒരു വർഷം കമേഴ്സ്യൽ നാടകം അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ഒരിക്കൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൊല്ലം എനിക്ക് അതിന്റെ കേരളം മൊത്തം ഒന്ന് യാത്രയാണ്, കേരളം നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ യാത്ര ചെയ്യണം. അങ്ങനെ ഒരു വർഷം ഒരു പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോകണമെന്ന് ഞാൻ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു അതിനകത്ത് വേറെ എന്തെങ്കിലും അപകടത്തിൽ പെട്ടോ എന്നുള്ള പേടിയുണ്ടായിരിക്കും. അവസാനം എന്നെ സമ്മതിച്ചു, ഒരു കൊല്ലം ഇയാൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അത് നടന്നില്ല. അത് ഒരു വലിയ നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ സംഘം വന്ന് ഒരു വർഷം ഞാൻ അവർക്ക് ഡേറ്റ് കൊടുത്ത് ഇവിടെ നിന്ന് 1 വർഷം ലീവ് എടുക്കാൻ തീരുമാനിച്ചു. നടന്നില്ല. അത് ഇപ്പോഴും നടന്നിട്ടില്ല. ചില ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോകത്തില്ല. അതിന്റെ കൂടുതൽ ഇതിനെ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നിഷേധിയായിട്ട് മുദ്രകുത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തുണ്ട്, സർവീസിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. നിഷേധി ഇപ്പൊ പേര് നിഷേധിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പേഴ്സണൽ സംസാരങ്ങളിൽ നമ്മൾ വാർപ്പാതകളായിട്ട് തുടർന്നിട്ടുള്ള കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ചില ആചാരങ്ങൾ നിഷേധിക്കുക, ഇതിങ്ങനെ ഇതാക്കുമ്പോഴേ ആളോട് അങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ആളെ മേലൊക്കെ പറഞ്ഞു കളയും. അങ്ങനെ നിഷേധിയാവുന്നത് അത് എൻജോയ് ചെയ്യണോ? ശരിക്കും എൻജോയ് ചെയ്യലല്ല, അത് നമ്മുടെ ചില തീരുമാനങ്ങൾ, ചില നിലപാടുകൾ. ഞാൻ പറഞ്ഞില്ലേ, മകന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, അല്ല, നമുക്ക് ഈ പറയുന്ന പോലെ 7 or 8 ആചാരങ്ങളുള്ള ഒരു കല്യാണത്തിന് ഞാൻ വഴങ്ങേണ്ടുന്നത് എനിക്ക് വേണ്ടിയല്ല, വേറെ ആർക്കും ഒക്കെ വേണ്ടിയിട്ടാണത്. അപ്പൊ അങ്ങനെ ഞാനെന്തിനു വഴങ്ങണം? പറ്റൂല. അത് 2 കാര്യം, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പം ഏറ്റവും അവസാനം സംഭവിച്ച ഞാൻ പറയാം. ഒരു സുഹൃത്തിന്റെ മകളുടെ കല്യാണം. അയാള് ഹിന്ദു, വൈഫ് ക്രിസ്ത്യനാണ്. കല്യാണം നടക്കുമ്പോഴത്തേക്ക് അതൊരു പയ്യൻ ഹിന്ദുവാണ്, മകള് ക്രിസ്ത്യാനിന്റെയും ഹിന്ദു മകളാണ്. അപ്പൊ ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദം വരുമല്ലോ. ഒരു ക്രിസ്ത്യൻ പാട്ട് കൂടി അതിനിടയ്ക്ക് വേണം. അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിനാണത്. അങ്ങനെ അവർ സമ്മർദ്ദം ചെലുത്തുകയും അയാൾ അതിന് വഴങ്ങിയതുമായിരിക്കണം. ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് ഹിന്ദു ആചാരപ്രകാരമാണ് കല്യാണം, താലികെട്ടലും മലയിടിയിലും ഒക്കെയാണ്. പിന്നെ ഈ പറയുന്നത് ക്രിസ്ത്യൻ വെഡിങ് റിംഗ് കയറി വരും,
അകത്ത് പോയിട്ട് പാലും പഴവും മുസ്ലിംസിൻ്റെയാണ്. കാരണം മുസ്ലിംസിൻ്റെ പാലും പഴവും വരുന്നത് തന്നെ പെൺകുട്ടിയെ ഈ കല്യാണ ചെറുക്കൻ കാണുന്നത് അവിടെ വെച്ചാണ്. നിക്കാഹ് ചെറുക്കനും പെൺകുട്ടിയുടെ അച്ഛനും തമ്മിലുള്ള കരാറാണ്. ഈ കരാറിന് ശേഷമാണ് പെൺകുട്ടിയെ കാണുന്നത്. അതിനാണ് ഈ പാലും പഴവും കൂടെ വെച്ചിട്ടുള്ള ഒരു അനുഷ്ഠാനം അവിടെ ഉണ്ടാക്കി വെച്ചത്. ഇതിനിടയ്ക്ക് ഒരു ക്രിസ്ത്യൻ പാട്ട് ഈ കല്യാണത്തിനിടയ്ക്ക്, ഞാൻ പറഞ്ഞ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു ക്രിസ്ത്യൻ പാട്ട് കോയർ സംഘം ഉണ്ടല്ലോ, അവർ പാടുന്നു. എല്ലാവരും എണീറ്റ്. ഞാൻ എണീറ്റില്ല, ഞാൻ അവിടെ ഇരുന്ന്. എല്ലാവരും എണീറ്റ് പാട്ട് കഴിഞ്ഞ് എല്ലാവരും വരുന്നു. എൻ്റെ അടുത്ത് വിളി ചോദിച്ചു, ഇയാൾ തനി സ്വഭാവം തന്നെ കാണിച്ചല്ലേ? അല്ല, എണീറ്റില്ല. ഞാൻ ഇത് ആചാരം ഹിന്ദുവിൻ്റേതാണെങ്കിൽ അതിനിടയ്ക്ക് ഇതുകൊണ്ട് കുത്തിക്കയറ്റേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ ഒരു വാശിക്ക് നീണ്ട ക്രിസ്ത്യൻ ആചാരപ്രകാരം കല്യാണം നടന്നാൽ മതി. രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണ്? ഇല്ലേ? അല്ല, അപ്പൊ പേഴ്സണലായ കാര്യമാണ്. എന്നാലും അല്ല, ഈ രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നിടത്ത് ഞാൻ നിൽക്കാറില്ല. അല്ല, പേഴ്സണലായ കാര്യമാണ്. അപ്പൊ യുക്തിവാദം ഉണ്ടോ അതോ സെക്യുലർ ആണോ? ആരാ ശരിക്കും ഇപ്പൊ? യുക്തിവാദി എന്നൊന്നും ഞാൻ പറയുന്നില്ല. യുക്തിവാദി എന്നുള്ള എനിക്ക് പിന്നെ അറിയാത്ത എനിക്ക് ചുറ്റുമുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഭക്തിയാണോ, ഈശ്വരനാണോ, വിശ്വാസമാണോ എന്ന് വ്യക്തമായിട്ട് എനിക്ക് ഇടപറയുന്ന പോലെ ധാരണയില്ലാത്ത, അല്ലല്ല, ഇടപറയുന്ന പോലെ എനിക്ക് അങ്ങനെ അടച്ച് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാത്ത എന്തോ സംഗതികളുണ്ട്. നമ്മളിപ്പോൾ കാറ്റിനെ കാണുന്നില്ലെങ്കിൽ പോലും കാറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ വെളിച്ചത്തിനെ നമ്മൾ കാണുന്നുണ്ട്, ഇരുട്ടിനെയും കാണുന്നുണ്ട്. പക്ഷെ കാറ്റിനെ നമ്മൾ കാണുന്നില്ലല്ലോ. അത് നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നമുക്ക് അറിയാം കാറ്റാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമായിരിക്കാം. നിഷേധിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും. ഞാനൊരു നിരീശ്വരവാദിയൊന്നുമല്ല. പക്ഷെ ഒരു പ്രത്യേക ആരാധനാക്രമത്തിന് ഞാൻ നിന്ന് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അതൊരു അത്യാവശ്യം യൗവനം ഒരു ബോധം ഉദിച്ചു വന്നതിന് ശേഷം ഞാൻ പള്ളിയിലൊന്നും പോറില്ല. അതൊരു കുറവായിട്ട് കാണുന്ന ആളുകളുണ്ടാകാം. ഇപ്പം വൈഫ് പോറുണ്ട്, അങ്ങനെ അവിടെ അങ്ങനെ നിയന്ത്രണങ്ങളൊന്നുമില്ല. പോറുണ്ട്. ഞാൻ ഇപ്പം നിങ്ങൾ വന്നപ്പോഴത്തേക്ക് എടുത്ത് മാറ്റിയതാണ് ഇവിടുത്തെ കുറേ ചിട്ടകളൊക്കെ. അവരുടെ വിശ്വാസം. ഈ നാടക പ്രവർത്തനമൊക്കെ ആയിട്ട് നീങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തൊക്കെ നീങ്ങുമ്പോൾ, നാടകത്തിന്റെ ഒരു പുഷ്കലകാലത്ത് കൂടിയാണല്ലോ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഇടത്തിനോടൊരു ചായവ്, ഒരു ഇടതുപക്ഷക്കാരനാവുക, ലെഫ്റ്റിസ്റ്റ് ആവുക. ലെഫ്റ്റിസ്റ്റ് ആണോ ഇടതുപക്ഷക്കാരനാണോ? ഞാൻ പറയുന്നത് പാർട്ടി പ്രവർത്തകൻ, CPI എന്നല്ല പറയുന്നത്, ഇടതുപക്ഷക്കാരനാണോ ചോദിക്കുന്നത് ബൈ തിയറി. തിയററ്റിക്കലി നമ്മളെപ്പോഴും മാറ്റത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. എപ്പോഴും ലെഫ്റ്റിസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. കാരണം ഞാൻ ലെഫ്റ്റിസ്റ്റ് ആണെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്. ഈ മാറ്റത്തിനെ നമ്മളെപ്പോഴും അനുകൂലിക്കുകയും സ്വാഗതം ചെയ്യുന്ന ആളുകളുമാണ്. എല്ലാ പുതിയ കാര്യങ്ങളെയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. ഒരു രൂക്ഷമായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നോ? ഒരു ഭയങ്കര ബലമുള്ള രാഷ്ട്രീയ നിലപാടൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു? ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു നക്സൽ സ്വഭാവത്തിലേക്ക് കുറച്ചു കാലം മാറി സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. കുറച്ചൊന്നുമില്ല അതിനകത്ത്. ഭക്തി ഒരു ഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു. ഭക്തി ഉണ്ടായിരുന്നു അതിന് മുന്നേ. കൃത്യം പള്ളിയിൽ പോകുന്ന ഒരു അച്ചടക്കത്തിലുള്ളൊരു ഒരു യാഥാസ്ഥിതിക മുസൽമാനായിരുന്നു ഞാൻ. അതിന്റെ ആണ് വായനയിൽ വായന നമുക്ക് ഉണ്ടാക്കുന്ന മാറ്റമില്ല. നമ്മുടെ വായന, എനിക്ക് തന്നെ വിഷ്ണുവിന് അത് അത്രയും പറയാൻ പറ്റില്ല. എൻ്റെ ജനറേഷനിലുള്ള ആളുകൾക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ വായന എപ്പോഴും തുടങ്ങുന്ന അന്നത്തെ മാപ്രസിദ്ധീകരണങ്ങളിൽ നിന്നാണ്. അന്ന് മനോരമ മാത്രമേ ഉള്ളൂ. മനോരമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് എനിക്ക് ഒരു 5 വയസ്സ് പോലും ഞാൻ ആദ്യം തുടങ്ങുന്ന അവസാനമാണ്. ടോംസിന്റെ കാർട്ടൂണാണ്. ഈ ഒരു 7 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ടോംസിന്റെ കാർട്ടൂൺ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്ന നോവലിലേക്ക് പോകും. അത് നമുക്ക് തൃപ്തിയാവാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാനവിജയിലും മുട്ടത്തുവർക്കിയിലും പോകും. കാനവിജയിലും മുട്ടത്തുവർക്കിയിലും പോയിട്ട് അത് തൃപ്തിപ്പെടാതെയാണ് നമ്മൾ കോട്ടയം പുഷ്പനാഥിലേക്ക് ഒരു കാല് മാറ്റി ചവിട്ടുന്നത്. കോട്ടയം പുഷ്പനാഥ്, കൽക്കട്ട, ബംഗാൾ ബേസ്ഡ് കുറേ പേരുകളൊക്കെ മറന്നുപോയി. ഇത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അപ്പോഴും തൃപ്തി വരാതെ നമ്മൾ മൂന്നലിലേക്കും MTയിലേക്കും ആനന്ദിലേക്കും ഒക്കെ പോകും. അതുപോലെ ഒരു ഘട്ടത്തിൽ ഒരു അച്ചടക്കമുള്ള യാഥാസ്ഥികനായ ഒരു ഈ ദീനിയായ ഒരു മനുഷ്യനായിരുന്നു. അത് കുറച്ച് വായന കൂടിയപ്പോഴത്തേക്ക് നമ്മളതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്നത് തുടങ്ങി. അപ്പോൾ കമ്മ്യൂണിസം തലയ്ക്ക് കയറി. പക്ഷെ അതിൽ ഒരുപാട് കാലം സഞ്ചരിച്ചില്ലായിരുന്നു. അപകടമാണെന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചിങ്ങനെ പോകുന്ന ഞാൻ. പിന്നെ ഒന്നിനും പിടികൊടുക്കാതെ ഉള്ള വശിഷ്ടകാലം. ഈ നാടകം ഇങ്ങനെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ? അതായത് ഈ നമ്മളിത് കൊടുത്തിട്ട് നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റത്തിൽ ഇത് ആഡ് ആവുകയാണ്, നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണത്. ഇതിലെന്താ എനിക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ആലോചിച്ചിട്ട് ഒരു സമയം പോലും നാടകത്തെ സമീപിച്ചിട്ടില്ല. ഒരു പ്രതീക്ഷയില്ല കാലത്ത് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് പ്രൊഫഷണൽ നാടകക്കാരനാകുക എന്നുള്ളതാണ്. എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നമ്മൾ ഈ സീരിയൽ എന്തുകൊണ്ട് ചെയ്തില്ല, 2000 വന്ന് നാളത്തെ എന്തുകൊണ്ട് സീരിയൽ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ വ്യക്തമായ മറുപടി ഇതാണ്. അതൊരു തൊഴിലാണ്. അപ്പൊ ഞാൻ അറ്റ് പ്രസന്റ് എനിക്ക് വേറെ തൊഴിലുണ്ട്.
രണ്ട് തൊഴിൽ ഞാൻ ഒരേ സമയം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറായില്ല. ഞാൻ പലയിടത്തും വേണ്ട ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പോയി. ഇത് തിയേറ്ററിൽ ഉറച്ചു നിന്ന കാലത്ത് ഇതുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ അന്ന് അക്കാലത്ത് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീനാഥ്, ഇപ്പം UK ലണ്ടൻ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ പറഞ്ഞ ശ്രീനാഥ്, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള വിഷയം ഇതാണ്. ഇതിൽ നിന്നൊരു ജീവിതമാർഗം കിട്ടുമെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്നില്ല, ജോലിയും വേണ്ട, സർക്കാർ ജോലിയുടെ പറയും പോകുന്നില്ല, അങ്ങനെ പറ്റും, അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പറ്റും, ഇപ്പൊ തിയേറ്റർ കൊണ്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ അക്കാലത്ത് ഇത് പറ്റുമായിരുന്നു. പക്ഷേ കുളിർ മാഷിന്റെ സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഈ ഹരീഷ് പേരടി, അവരൊക്കെ അത് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചെയ്യും, വിജയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പുണികളുടെ റേഡിയോ അവര് അല്ലെ, കോഴിക്കോട് ഭാഗത്തെ ആളുകളൊക്കെ കുറച്ചുകൂടി ആദ്യമായിട്ട് അങ്ങനെ അവര് കുറച്ചുകൂടി നാടകക്കാർക്ക് പണം ഉണ്ടാക്കി ജീവിക്കാൻ പറ്റും, ജീവിതമാർഗം സമ്പാദ്യം അല്ലെങ്കിൽ സമ്പന്നനാകാൻ വേണ്ടിയിട്ടല്ല. അതിപ്പോ ജോസൊക്കെ ചെയ്യുന്നുണ്ട്, ജോസും ജെയിംസും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അന്ന് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു സംഗതിയില്ല, അതിനെക്കുറിച്ച് ആലോചിക്കാനും പറ്റില്ല. ഒരു നാടകാവതരണം പോലും ഏറ്റവും അവസാനം പോക്കറ്റ് കിടക്കുന്ന ചില്ലറ ഇടത്തിൽ ലൈറ്റുകാരന് നമ്മൾ സെറ്റിൽ ചെയ്ത് ബാക്കി കേട്ടാൽ നാളെ തരാന്ന് പറഞ്ഞയക്കുന്നത് വളരെ ദുരിതകാലമാണത്. ഇപ്പൊ എങ്ങനെ ധനാഢ്യരാവാൻ മാത്രമുള്ളതൊക്കെ ആയോ? ഇല്ല ഇല്ല, അത്യാവശ്യം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്. കഞ്ഞിയും ചമ്മന്തിയും സർക്കാർ തരും, പപ്പടം ഈ പിന്നെ തോരൻ എന്നൊക്കെ പറയുന്ന ആർഭാടമാണത്. സിനിമ ഉണ്ടെങ്കിൽ മക്കള് 2 നേരം ചിക്കൻ ബിരിയാണി തിന്നും, ഇല്ലെങ്കിൽ അവനൊക്കെ അധ്വാനിച്ച് തിന്നോട്ടെ. ഈ ഇപ്പൊ തിലകൻ സാറിനും അല്ലെങ്കിൽ നമ്മുടെ കരമനക്കൊക്കെ കിട്ടിയൊരു സുഖം ഉണ്ടല്ലോ, ഒരു സ്പെക്ട്രം ഓഫ് ക്യാരക്ടേഴ്സ് ആണല്ലോ അവർക്ക് കിട്ടിയത്. അവർക്കിപ്പോ ഈ പറഞ്ഞ പോലെ കർക്കശക്കാരനായിട്ടുള്ള ഒരു അച്ഛനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്യൂഡൽ മാടമ്പി അത് മാത്രമല്ലല്ലോ കിട്ടിയത്, അവർക്കൊരു റേഞ്ച് കിട്ടിയല്ലോ. ഇപ്പൊ കിരീടവും അദ്ദേഹം ചെയ്തു, നമ്മുടെ സ്ഫടികവും അദ്ദേഹം ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ കരമന ജനാർദ്ദൻ അദ്ദേഹം എലിപ്പത്തായും ചെയ്യുന്നുണ്ട്, പഠന പ്രവേശനം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു റേഞ്ച് കിട്ടിയല്ലോ. അത് ഇപ്പൊ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഈ ഇവരുടെ കാലത്ത് സംഭവിച്ച ഒരു തലമുറ മാറ്റത്തിലേക്കാണ് ഇവർ കടന്നു വരുന്നത്. ഇപ്പൊ ഒരു തലമുറ മാറ്റം സംഭവിക്കുന്നില്ല. ഞാൻ ഒരാളിനെയും പ്രത്യേകിച്ച് പറയുന്നില്ല. ഒരു തലമുറ മുഴുവൻ ഇപ്പോഴും തുടങ്ങിയത് മുതൽ ഇൻഡസ്ട്രിയിലുണ്ട്. പിന്നെ അന്ന് ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ ഒരാളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പിറകെ പോവുകയുള്ളൂ മാർഗം. കാരണം കത്തെഴുതിയോ കമ്പി അടിച്ചോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഫോൺ നമ്പർ കണ്ടെത്തി വിളിച്ചു കണ്ടെത്താനേ പറ്റൂ ആളുകൾ. അപ്പം ആളുകളുടെ എണ്ണം കുറവാണ്. ഇപ്പം അതല്ല, ഇപ്പോഴത്തെ കാലം വളരെ ക്രൂഷ്യലാണ്. കഴിഞ്ഞോടിച്ചാൽ 100 പേര് ഓടിക്കൂടുന്ന ഓഡിഷൻ നടക്കുന്ന കാലമാണിത്. ചുമ്മാ ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, ഇങ്ങനെ ഒരു സിനിമ വരുന്നു, ഇത്ര വയസ്സുകാരൻ വേണം, ഇത്ര വയസ്സുകാരി വേണം എന്ന് പറഞ്ഞാൽ 1000 പേര് കൂടി കൂടും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമ ഞാൻ പറയുന്നില്ല, ഒരു സിനിമയുടെ ഗെറ്റപ്പ് ടെസ്റ്റ്, ലുക്ക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണം തുടക്കക്കാരനെ വിളിക്കൂ, കുറച്ച് കഴിഞ്ഞാൽ വിളിക്കില്ല, ഒരിക്കലും വിളിക്കില്ല. ഇതൊരു 3 സിനിമയ്ക്ക് അകത്തുള്ള ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഡയറക്ടർ ഫെഫ്കയുടെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട് അയാൾ എന്നെ ദൂരെ നിന്ന് കണ്ട് എൻ്റെ ബിഹേവിയൻസ് എല്ലാം കണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അയാൾ എൻ്റെ തോന്നുന്നു പറഞ്ഞാൽ, ഞാനാണ് ചേട്ടാ ഡയറക്ടർ, ഇതാണ് എൻ്റെ പേര്. ശരി, അപ്പം നിങ്ങൾ എന്നെ കാണാനാണല്ലേ വിളിച്ചത്? ആണ്. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഈ ഒഴിവ് കളി കണ്ടിട്ടല്ലേ എന്നെ വിളിക്കുന്നത്, അല്ലാതെ നിസ്താരം എന്ന് പറഞ്ഞ ഒരാളെ തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പണെന്ന് പറഞ്ഞിട്ടല്ല എന്ന് നമ്മൾ മനസ്സിൽ പറയും. ഇതേ സിനിമയ്ക്ക് തന്നെ എന്നെ വീണ്ടും ഒരിക്കൽ വിളിക്കുന്നു, തൃശ്ശൂർ ചെല്ലണം, മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ നോക്കണം. അങ്ങനെ അവർ ടിക്കറ്റ് ഇട്ടെന്ന് ഞാൻ ഇതിൽ കയറി തൃശ്ശൂർ പോയി. ഒരു ഹോളിലാണ് ഞാൻ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ആൾക്കൂട്ടത്തിനൊരു നേരെയുണ്ട്. ഞാൻ ഇതിങ്ങനെ പടി ചവിട്ടി കയറി മേലെ ചെന്ന് അവിടെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്, പല പ്രായത്തിലുള്ള കുറേ ആളുകളുണ്ട്. ഹോളിൽ കയറി അവിടെ ഉണ്ടൊരു 50 പേരുണ്ട്. ഞാൻ അയലത്ത് ഇയാള് എന്നെ ഓഡിഷന് വിളിച്ചതാണ്. അല്ല ഏട്ടാ, പിന്നെ അല്ല ലുക്ക് എങ്ങനെയാണെന്ന് മാറ്റാൻ പറ്റുമോ ഇല്ലേന്ന് അറിയാനാണ്. എന്താ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ട്. അത് ഈ അടുത്ത് തന്നെ വിളിച്ച് ഒരു വലിയ സിനിമയും കണ്ടാണ്, എറണാകുളത്ത് വരണം, ഓഡിഷനുണ്ട്. ഞാൻ പറഞ്ഞ ഡയറക്ടർ അയാൾ ആദ്യം ചെയ്യുന്ന സിനിമ, ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എന്നെ അങ്ങ് ഒഴിവാക്കിയായിരുന്നു. അല്ല ചേട്ടാ, ഇന്ന ആളുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതൊക്കെ അവരുടെ കാര്യം, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞു, അത് കോൺവെർസേഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞത്, എന്നെ ഞാൻ തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുന്ന നാടകക്കാരൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അബൂബക്കർ സേട്ടൻ്റെ മകൻ എന്ന നിലയിൽ അറിയപ്പെട്ടിട്ടല്ലല്ലോ വിളിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റാണ്, സിനിമയിലെ ആർട്ടിസ്റ്റ് എന്ന് പറയും, തിയേറ്ററിലെ ആക്ടർ എന്ന് പറയും.
അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടല്ലേ വിളിക്കുന്നത്. പിന്നെ എന്തിനാണ് അത് ഒരു തരത്തിൽ അതൊരു പ്രഹസനമാണ് അത് ഓഡിഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഞാൻ അങ്ങനെ വഴങ്ങി കൊടുക്കാറില്ല. മറ്റേ ഈഗോ ഹെർട്ട് ആയതാവും അയാളുടെ ധരിച്ചിട്ട് ഇരിക്കില്ലേ ഇപ്പോഴത്തെ ഡയറക്ടർ. ആ ഹർട്ടായി കാണാം, അപ്പൊ ആ ഒരു സെറ്റിന്റെ അവസരങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി കിട്ടില്ല. പോയിട്ടുണ്ടാവും. ദണ്ണമൊന്നുമില്ലേ ഇത്? ഏയ് ഇല്ല 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 ഇല്ല, അങ്ങനെ ഒരു ദണ്ഡം എന്നൊരു സംഗതി എനിക്കില്ല. കാരണം അത് എനിക്ക് വിധിച്ചതല്ല, അത് എനിക്ക് വിധിച്ചത് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡെഫിനറ്റ്ലി. ഇനി എന്തൊക്കെയാ പ്രതീക്ഷകൾ ഉള്ള സിനിമകൾ? ഞാനീ പറഞ്ഞൊരു സിനിമ ഉണ്ട്, അതിൽ ക്യാരക്ടറിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഉം. സിനിമയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, ആ. അത്യാവശ്യം കൊള്ളാവുന്ന നന്നാകുന്ന ഒരു സിനിമ ഉണ്ടാകും. അങ്ങനെയാണ് ഒരു ഉറപ്പിച്ചൊരു പ്രോജക്റ്റ് ഉള്ളത്. ആ. പിന്നെ വിളികളിൽ അങ്ങിങ്ങ് അവിടെയൊക്കെ നിൽപ്പുണ്ട്, അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഉം. ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഒരു ഒരു കുറച്ച് തിയേറ്ററിൽ ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് എന്നെ വിളിച്ച് സംസാരിക്കുന്ന കണ്ടോളൂ. ഉം. ഡയറക്ടർ ആരെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഡയറക്ടർ എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. ഉം. അവനെ എനിക്ക് കുഞ്ഞിലേ അറിയുകയും ചെയ്യും. ഞാൻ പറഞ്ഞ അവൻ്റെ നമ്പറിങ് അയച്ചു തരാം, ഞാൻ അവനെ വിളിക്കാമെന്ന്. ഞാൻ അവനെ വിളിച്ച് സംസാരിച്ച് അതിനകത്ത് ഞങ്ങളെ സ്ക്രിപ്റ്റായിട്ട് വിളിക്കാം, ആയിട്ടില്ല, എൻ്റെ ഒരു ഫൈനൽ കുറച്ച് കറക്ഷൻ ഉണ്ടെന്ന്. 2 മാസം കഴിഞ്ഞിട്ട് എൻ്റെ കൺട്രോൾ, പിന്നെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരിക്കൽ ഞാൻ അവനെ വിളിച്ച് സംസാരിക്കുന്നു, ഈ കൺട്രോളറുമായിട്ട് സംസാരിച്ച് മറ്റു കാര്യങ്ങളൊന്നും കടന്നിട്ടില്ല. ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ കൺട്രോളർ എന്നെ വിളിച്ച് പറഞ്ഞ്, പിന്നെ ചേട്ടാ വേറെ വല്ലതും വരെയാണെങ്കിൽ പിടിച്ചോളണേ, ഉം. വിട്ടേക്കണ്ട, ഇത് കുറച്ചുകൂടെ ഒന്ന് താമസിക്കും, നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, അവിടെ വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതങ്ങ് വിട്ട് നമുക്കതങ്ങ് മറന്നേക്കാം. അപ്പോൾ ഇത് എൻ്റെ തീരുമാനങ്ങൾക്ക് പുറമേ ഈ വേറെ ചില പ്രശ്നം വരുമല്ലോ. ഉം. ഒന്ന് ഇളയവൻ്റെത്, ഒന്ന് വൈഫിൻ്റെ ഇത്. ആ സിനിമ വിട്ടത് പ്രശ്നമാണ്. ഞാൻ വിട്ടതല്ല, അതിന് ഒരുപാട് ഘടകങ്ങളുണ്ടാകും. അതിനകത്തൊരു പക്ഷേ ഒരു ആർട്ടിസ്റ്റിൻ്റെ തോന്നുകയാണ്, ഏതെങ്കിലും ഒരിടത്ത് വെച്ച് എന്തെങ്കിലും സന്ദർഭത്തിൽ ഒരു അലോഹ്യം തോന്നിയിട്ടുള്ള ഒരാളിന് തോന്നുക അയാൾ വേണ്ട, മറ്റേ നോക്കാം. അപ്പോൾ അതൊരു ഒരുമിച്ചുള്ള ഒരു ചർച്ചയായിട്ട് മാറും. നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അപ്പോൾ അത് മാറ്റി നിർത്തപ്പെടുന്നത് ചിലപ്പം നല്ലതിനാണ്, ചിലപ്പം ചീത്തതിനാകാം. ഇപ്പം ഒരു സിനിമയിൽ കൺട്രോളറെ വിളിച്ച് ഫസ്റ്റ് തന്നെ അത് ലീഡ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് വിളിച്ചു, റൈറ്ററും പിന്നെ ഡയറക്ടറും വിളിക്കുന്നു, അവർ വിളിക്കുന്നു, റൈറ്റർ സ്ക്രിപ്റ്റ് അയച്ചു തരുന്നു, കൺട്രോളർ വിളിക്കുന്നു, ഏതാണ്ട് ഫൈനൽ തീരുമാനമായി. പേയ്മെൻറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് സാധാരണ, കാരണം ക്യാരക്ടർ ചെയ്യണമെന്ന് കരുതിയിട്ട് സാധാരണ ചോദിക്കുന്നതിനേക്കാൾ കുറച്ച് താഴെയുള്ള ഒരു പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു ക്യാരക്ടർ മാറി വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അയാൾ പറഞ്ഞ ബഡ്ജറ്റ് കൂടുതലാണ് ചേട്ടാ, ബഡ്ജറ്റ് ഉള്ളപ്പോൾ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ബഡ്ജറ്റിനകത്തുള്ള ഒരാളെ വിളിച്ചോ, ശരി എന്നാൽ ആയിക്കോട്ടെ. അത് കട്ട് ചെയ്ത് രാവിലെ അയാളൊരു വാട്സപ്പ് നോട്ട് എനിക്ക് വന്നത്, ചേട്ടാ ഇന്നലെ അങ്ങനെ പറഞ്ഞു പോയതിന് സോറി, ക്ഷമിക്കണം, ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചോട്ടെ. അപ്പോൾ ഞാൻ മെസ്സേജ് വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ ടീമിന് മൊത്തം ചേട്ടൻ തന്നെ വേണം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. പരസ്പര ബഹുമാനമുള്ളിടത്ത് നിൽക്കുള്ളൂ. അത്രേ ഉള്ളൂ. കസേര ഉണ്ടെങ്കിൽ ഇരിക്കും. ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സൂപ്പർഡിങ് എഞ്ചിനീയറുടെ അടുത്ത് ഞാൻ ഒരിക്കൽ കയറി പോകുമ്പോഴത്തേക്ക് ഞാൻ കയറി ഇരുന്ന്, ഞാൻ ഉള്ള കസേരയിൽ. അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളോട് ആരിയ്ക്കാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ സാറിൻ്റെ വീട്ടിലെ കസേരയിലല്ല വന്നിരുന്നത്, സർക്കാർ ചെലവിൽ വരുന്നവർക്ക് ഇരിക്കാൻ മുമ്പിൽ കിടക്കുന്ന 2 കസേര, അതിലൊന്ന് എൻ്റേതാണ്, അതിലിരിക്കാൻ ഉറപ്പായിട്ടും എനിക്ക് പറ്റും, എനിക്ക് അതിനുള്ള ധൈര്യവും എനിക്കുണ്ട്, കാണാം സാറേ. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തു. ഇതിൻ്റെ വേറൊരു വശം കൂടെ ഉണ്ട്. എൻ്റെ അടുത്തൊരു പരാതിയായിട്ട് വരുന്ന ഒരാളിനോട് ഞാൻ ആദ്യം പറഞ്ഞത് അയാളത്ത് ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ പരാതി ഞാൻ കേൾക്കണമെന്ന് നിങ്ങൾ ആദ്യം ഇരിക്കണം. പലരും ഇരിക്കാനൊന്നും മടിക്കും, ആപ്പ് ഡോറൊക്കെ തുറന്നു വരുമ്പോൾ നമ്മളെന്തോ വലിയ മഹാനെന്ന് പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. 5 മണി കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞാൽ ഞാനൊരു കൂറലും കൊടുത്തിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ പത്രാസിന് നിൽക്കുന്നത്, ഷർട്ടകത്തിട്ട് ബെൽറ്റേ കെട്ടി ഷൂ കെട്ടി ദിവസം പോളിഷ് ചെയ്ത് പേനയെ കുത്തി. അപ്പോൾ അവിടെ എന്തും ഒരു മഹത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആദ്യം ഇരിക്കുക, എന്നിട്ട് പരാതി പറയും. അപ്പം ഏറ്റവും കൂടുതൽ ഒരാളെ ഞാൻ നിർബന്ധിച്ചിരുത്തേണ്ടി വന്നു. അയാളൊരു ഫയൽ ഒപ്പിടണം, ഒരു പ്ലംബറാണ്. ഫയൽ വിട്ടിരിപ്പണം, ഞാൻ ഒപ്പിടാം, പക്ഷേ ഇയാൾ ആദ്യം ഇരിക്കുക. അല്ല സാറേ ഒപ്പിടുക, ഞാൻ ഇരിക്കുന്നില്ല. നമ്മൾ ഇരിക്കുക, ഇരുന്നാലേ ഞാൻ ഒപ്പിടത്തുള്ളൂ. അപ്പോൾ ഇയാൾ ഇരുന്ന് ഞാനത് ഒപ്പിട്ട് കൊടുത്ത് വയ്ക്കുമെന്ന് പറഞ്ഞു. അല്ല എണീറ്റിട്ട് എൻ്റെ സൈഡിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫീസറുടെ മുറിയിൽ കസേരയിൽ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചത് സാധാരണ ആരും ഇരിക്കാൻ പറയാറില്ല, നമ്മളെ കേട്ടാറേ ഇല്ല. അവിടെ ചെന്ന് എത്തി നോക്കുമ്പോഴേ ഫയൽ ഒപ്പിട്ട് പിയുണ്ടെങ്കിലും കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ ഇയാൾ കയറി വന്നത്? അല്ല സാറ് കുറച്ചുകൂടെ അങ്ങനെ ഇടപെടുന്ന ഒരാളാണെന്ന് കേട്ടതുകൊണ്ടാണ് കയറിയത്. നമ്മൾ കേട്ടാൽ കയറി വന്നാൽ ഇരിക്കണം. ഞാൻ തിരിച്ചും കൊടുക്കാറുണ്ട്. ഞാൻ മറ്റിടത്ത് ഞാൻ നിഷേധിക്കുകയും ഇവിടെ ഞാൻ തിരിച്ചും കൊടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ മേലുദ്യോഗസ്ഥന്മാരോട് വഴക്കുണ്ടായിട്ടുള്ളത് എൻ്റെ സ്വകാര്യ ആവശ്യത്തിനല്ല, എൻ്റെ കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
എൻ്റെ ഒരു PF പാസ്സാകാനും മറ്റാനും വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടാക്കാറൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ ഒരു PF അയാളുടെ ഒരു ഏതെങ്കിലും ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു ക്ലെയിമോ ഉണ്ടെന്നുണ്ടെങ്കിൽ, കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി അട്ടഹസിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. അതെൻ്റെ അടുത്ത് എൻ്റെ ഒരു എന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം പറഞ്ഞ് ഒരിക്കലും വന്ന് നമ്മുടെ അടുത്ത് ഒന്നും വഴക്കുണ്ടാക്കിയിട്ടില്ല. പറഞ്ഞില്ല. പക്ഷേ നിങ്ങളുടെ സബോർഡിനേറ്റ് കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് അയാളുടെ ക്ലെയിം വാങ്ങിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ ക്ലെയിം വാങ്ങിക്കുന്നത് പോലെ എൻ്റെ കൂടെയുള്ളവൻ എനിക്ക് വേണ്ടി ജോലി ചെയ്താൽ അവൻ്റെ ക്ലെയിം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെ കലർപ്പില്ലാത്തൊരു മനുഷ്യരായിട്ട് എപ്പോഴും കഥാപാത്രമായിട്ട് പകർന്നാടാൻ പറ്റട്ടെ. സംഭവിക്കട്ടെ. എനിക്കത് ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ജെനുവിൻലി, സീരിയസ്ലി. കുറച്ചുകൂടി അധികം സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് സമയപരിമിതി ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ ഈ സംഭാഷണം ഇനിയും എപ്പോഴെങ്കിലും കണ്ടിന്യൂ ചെയ്യണം. ചിലപ്പോൾ ഈ ക്യാമറകളൊന്നും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചതിലും ഈ സംഭാഷണത്തിൽ അധ്യായത്തിലും. നിലപാടുകൾ കലർപ്പില്ലാതെ തന്നെ മുന്നോട്ട് പോകട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.